എന്താ മമ്മി ഉണ്ടാക്കാൻ പോകുന്നേ? നല്ല സോഫ്റ്റ് വെള്ളയപ്പം. വെള്ളയപ്പത്തിനായി വേണ്ടത് 3 ഗ്ലാസ് പൊന്നിയരി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല തൂവുള്ള പൊന്നിയരിയാണ് 3 ഗ്ലാസ്. മിക്സിയിൽ അരയ്ക്കാം. നന്നായി എത്ര പ്രാവശ്യം കഴിയും മമ്മി? ഞാൻ 3 പ്രാവശ്യം കഴിയും. കുതിർത്താൻ ഞാനൊരു 3 മണിക്കൂർ കുതിർത്താൻ പറ്റും. ഓക്കെ. ആദ്യം ഞാൻ കുറച്ച് തരി കുറുക്കും. നല്ല സോഫ്റ്റ്, വൈകുന്നേരം വരെ ഇരുന്നാലും സോഫ്റ്റ് ഉണ്ടാവും. ഒന്നും കുറച്ചരി ആദ്യം ഇട്ടിട്ട് തരി വേണം, തരി കുറുക്കാൻ വേണ്ടി. അപ്പം ഒന്ന് അരയ്ക്കണം. ലേശം തരി ഉണ്ട് ഇതിൽ. ഫസ്റ്റിൽ ഞാൻ കുറച്ചരി എടുത്തിട്ട് അരച്ചതാണ് തരി കുറുക്കാൻ വേണ്ടി. ഉപ്പിട്ട് കുറുക്കാം. കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഞാൻ. കല്ലുപ്പാണ് നല്ലത്. അതുകൊണ്ട് കല്ലുപ്പാണ് മിക്ക ഭക്ഷണങ്ങളിൽ ഞങ്ങൾ ഉപയോഗിക്കും. എളുപ്പത്തിൽ കുറുകി വരും. ഒരു മിനിറ്റ് വേണ്ട ഇത് കുറുകി വരാൻ. കുറുകി ചൂടാറിയാൻ വെക്കാം നമുക്ക്. അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റേ അരി തയ്യാറാക്കാം. അരി അരച്ച് തയ്യാറാക്കാം വെള്ളത്തിൽ. ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ് ആയിരിക്കും ഞാൻ അരമുറി തേങ്ങ എടുത്ത്. നന്നായി കിടന്നോട്ടെ. തേങ്ങ കൂടുതലുള്ളതിൻ്റെ പേരിൽ എടുത്തിട്ടില്ല. ഞാൻ കുറച്ചെടുത്താലും മതി. ഞങ്ങൾക്ക് തേങ്ങ ക്ഷാമില്ല. എൻ്റെ പേരിൽ തേങ്ങ കൂടുതൽ എടുക്കണം. തേങ്ങ ഒരു ചോറ്, ഒരു ലേശം ഈസ്റ്റ് നല്ലത്. മഴ ആയതുകൊണ്ട് തണുപ്പല്ലേ, അതുകൊണ്ടാണ് ഈസ്റ്റ് ഇടുന്നത്. അല്ലെങ്കിൽ ഈസ്റ്റ് ഇല്ലാണ്ടും സോഫ്റ്റ് ആവും. ചൂട് സമയമാണെങ്കിൽ 2 ടീസ്പൂണ് പഞ്ചസാര. അരച്ചേക്കണ മാവിൽ കുറുക്കിയത് നമ്മൾ നേരത്തെ കുറുക്കി ചൂടാറി വെച്ചേക്കണം. അരച്ചേക്കണ മാവിലേക്ക് മിക്സ് ചെയ്ത് വയ്ക്കും. നേരത്തെ നമ്മൾ കുറുക്കിയതിൽ കുറച്ച് കല്ലുപ്പിട്ടൊന്ന് കുറുക്കിയത്. പക്ഷേ ഇപ്പോൾ ലേശം ഉപ്പ് പോരാതെ വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് വെക്കാം. ഇത് പുളിക്കാൻ വയ്ക്കാം. മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്.